ഒരു വീഡിയോ കാണിക്കാം, നോക്കിക്കോ. ഇതാ ഇതേണ്ട, പണ്ട് കാലത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുന്ന ആൾക്കാർ ദാഹജലത്തിനായിട്ട് ഈ വള്ളി കൊത്തിയിട്ട് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നതാണ് പറയുന്നത്. ഇത് കണ്ട, ഈ മരത്തിൻ്റെ പേരാണ് പുല്ലാഞ്ഞി മരം എന്ന് പറയും. ഇത് കൊത്തി കഴിയുമ്പോൾ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. പുല്ലാഞ്ഞി മരം കൊത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് വരുന്ന വെള്ളം കണ്ട, ഇതിപ്പോൾ കൊത്തിയൊരു തണ്ടാണതാ. ഈ തണ്ടുന്നത് 2 നിമിഷം. ഞാൻ കാട്ടിൽ കുറേ സമയമായി. ഇപ്പോൾ ഞാനിത് കൊത്തിയിട്ട് വെള്ളം കുടിച്ചു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത്. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇതുകൊണ്ട് വട്ടി ഉണ്ടാക്കലുണ്ട്. നമ്മൾ ചോറൊക്കെ ഇടുന്ന വട്ടി ഉണ്ടല്ലോ, ചോറൊക്കെ ഇടുന്ന വട്ടി ഈ വള്ളീനെ കൊത്തിയിട്ട് ഈർന്നെടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പുല്ലാഞ്ഞി വട്ടി. ഇതിൻ്റെ ഇലയൊക്കെ ഞാൻ കാണിച്ചു തരാം, നല്ല വിശദമായിട്ട് കാണിച്ചു തരാം. ഇതാവശ്യമുള്ളവർ പറഞ്ഞത് നല്ല പിടിയാന്ന്. കണ്ട എത്ര വണ്ണമുണ്ട്, ഇതിൻ്റെ വണ്ണം കണ്ട. ഈ സാധനം കത്തിക്കൊക്കെ പിടിയിടാം. ആവശ്യമുള്ളവർ പറഞ്ഞാൽ ഞാൻ തരാം. വള്ളി രൂപത്തിൽ ഇങ്ങനെ പടർന്ന് പോയിട്ടുണ്ട്, അങ്ങ് മുകളിൽ വരെ പോയിട്ടുണ്ട്. മരത്തിനെയൊക്കെ കൊല്ലും ഇത് പടർന്നിട്ട്. ഇതിൻ്റെ ഇല കണ്ടതാ, ഇതാണ് പുല്ലാഞ്ഞിയുടെ ഇല. ഒരുപാട് വലുതാവും. അത് കണ്ടേനും അതിൻ്റെ മരട് ഭയങ്കര വണ്ണമുള്ള. ഇത് അങ്ങ് മുകളിലേക്ക് പോയിട്ടുണ്ട്, റബ്ബറിനൊക്കെ അങ്ങ് കൊന്നത്. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ വടക്കേ മലബാർ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ പൂരംകുളി നാളിൽ കാമൻ നിരത്തലുണ്ട്. കാമൻ. ഈ കാമൻ നിരത്തുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു പുഷ്പമുണ്ട്, നരയമ്പൂ. ഈ നരയമ്പൂവിൻ്റെ പൂ പിടിക്കുന്നത് ഈ വള്ളിയിലാണ്. ചിലപ്പോൾ അതെല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലക്കാർക്ക് കൂടുതലായിട്ട് ഈ നരയമ്പൂ ഏതെന്ന് കിട്ടുന്നവരും അത് ഈ പുല്ലാഞ്ഞി വള്ളിയിലാണ്. അപ്പോൾ കത്തിക്ക് പിടിയിടാം, ദാഹജലമായി, അതുപോലെ തന്നെ പുല്ലാഞ്ഞി വട്ടി ഉണ്ടാക്കാം. ഇത്രയൊക്കെ കാര്യങ്ങൾക്കുള്ള ഒരു ചെടിയാണ് ഈ പുല്ലാഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കാട്ടിൽ പോകുന്നുള്ളവർ ഈ ചെടി എവിടെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടൊന്ന് കമൻ്റ് ഇടുക. ഓക്കെ, നന്ദി, നമസ്കാരം.